എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോവാത്ത, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വേറെ സ്ഥലത്താട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യം നെഞ്ചിച്ചിട്ട് മോളം ചെയ്ത് ഉണ്ണിയപ്പത്തിന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. ഞങ്ങൾ 3:30 കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എൻ്റെ നഞ്ചിച്ചിന്റെ മോളത്തെ വീട്ടിൽ കൊണ്ടാക്കുവാണ്. നഞ്ചിച്ച് മോളത്തെ വീട്ടിൽ പോയിട്ട് കുറേ നാളായി, അതുകൊണ്ടാണ് അവിടെ പോണത്. അങ്ങനെ നഞ്ചിച്ചിയെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ മ്യൂസിയത്തേക്ക് പോയി. ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം മ്യൂസിയത്തേക്ക് വരുന്നത്. വീട്ടിലിറങ്ങിയപ്പോഴേ വളക്കാൻ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു മീനിൻ്റെ ഒരു കുളം കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ദൂരേക്കൊക്കെ നടന്ന് ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുക്കാനാണ് വന്നേക്കുന്നത്. അപ്പം ഞാനും അപ്പയും ചോട്ടും കൂടി ടിക്കറ്റൊക്കെ പോയി എടുത്ത് ഞങ്ങൾ അതിന് അകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പിടിച്ചോളാം, ഞാൻ തന്നെ കൊടുത്തോളാന്നും പറഞ്ഞ് ഞാൻ പോവുകയാണ്. ഇതൊരു സിറ്റിയിലുള്ള സൂ ആണെന്നേ തോന്നില്ല. ശരിക്കും അത് കാട് പോലെ ആയിരിക്കും എന്താ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ഏതൊക്കെ മൃഗങ്ങളാണോ ഉള്ളതെന്ന് പറഞ്ഞ് ആകാംക്ഷിച്ച് കൂടെ നടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടത് ഒരു കുരങ്ങനാട്ടോ. കുരങ്ങൻ്റെ പേര് സിംഹമാലൻ കുരങ്ങനാണ്. ആകെ ഞങ്ങൾ കുറച്ചേ കണ്ടുള്ളൂ. പിന്നെ ഇതൊരു ബൈസനാണ്. അപ്പാണെങ്കിൽ ചോറിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ചോട്ടുവിന് ഒട്ടും ഇഷ്ടമല്ലാത്ത പോലെയാണ് നിൽക്കുക. പക്ഷെ ചോട്ടുവിന് മൃഗങ്ങളെയാണ് കൂടുതലും ഇഷ്ടം. പക്ഷെ നോക്കിയിട്ടും ചിരിക്കുന്നില്ല കേട്ടോ. ചോട്ടു ഉറക്കപ്പിച്ചിലിനെ എഴുന്നേറ്റവും തോന്നുന്നു, ഒരു റെസ്പോണ്ടും ഇല്ലാതിരിക്കുന്നത്. ഇതേ വീണ്ടും ഒരു കുരങ്ങൻ. ഞാൻ വിചാരിച്ചൂടെ കുരങ്ങൻ മാത്രമേ ഉള്ളൂ എന്ന്. ഈ കുരങ്ങൻ്റെ പേരാണ് ഹനുമാൻ കുരങ്ങൻ. പിന്നെ ഞാൻ മുമ്പിലേക്ക് നടക്കുമ്പോൾ അവിടെയും വീണ്ടും കുരങ്ങൻ. പിന്നെ അവിടെ ഒരു കുരങ്ങൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അതിൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്തായാലും വന്നില്ലേ എന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു പോകാം. ഇതേ വീണ്ടും എടുത്ത കുരങ്ങൻ. അതിലാണെങ്കിൽ ഒന്നേ ഉള്ളൂ, എല്ലാവരും ഒന്നേ ഉള്ളൂ. പണ്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോഴേ ഒന്നൊന്നായിട്ടേ ഉള്ളൂ. അത് ഞങ്ങൾ നേരെ ബേർഡ്സിൻ്റെ അടുത്തേക്കാണ് പോയത്. ആദ്യം തന്നെ മൂങ്ങ, രണ്ടാമതും തത്ത. ഇനി ചോട്ടൂന് ബേർഡ്സിനൊക്കെ കണ്ട പിച്ച് പൂജയൊക്കെ ചിരി വന്ന്. അവിടെ 4-5 കൂട്ടലുണ്ട്. അതിലൊക്കെ കുറച്ച് കൂട്ടലൊക്കെ ഉള്ളൂ പക്ഷികൾ. ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മാപ്പ് എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പം ഞങ്ങൾ എവിടെയാണ് നിൽക്കണതെന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ അമ്മയാണ് എനിക്ക് കണ്ടുപിടിച്ച് തന്നത്. എനിക്ക് മാപ്പ് കണ്ടപ്പോൾ ഡോറയുടെ മാപ്പാണ് എനിക്ക് ഓർമ്മ. ഞാനത് മാപ്പ്. പിന്നെ ഞങ്ങൾ വലിയ ബേർഡ്സ് ഉള്ളതാണ് പോയത്. പക്ഷെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും മൂങ്ങ. പക്ഷെ അത് വെറും മൂങ്ങയല്ല കേട്ടോ, വെള്ളിമൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ. ചുട്ടാണെങ്കിൽ വലുതന്നെ കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. ഇങ്ങനെ കണ്ടോ, അതിൻ്റെ മണ്ടയ്ക്കാണ് വലിച്ചെറിയിക്കുന്നത് ഏറ്റവും മേലെ. ചോട്ടു അപ്പയ്ക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ വലിച്ചെവിടെയെന്ന്. പിന്നെ അടുത്ത ഞങ്ങൾ സ്വാൻ്റെ ഒക്കെ അടുത്താണ് പോയത്. സ്വാൻ കൊലക്കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പക്ഷികളുണ്ടായിരുന്നു. ഞാൻ ഈ സൂല് വന്നിട്ട് ഇത്രയും പക്ഷികളുള്ള ആകെ ഈ കൂട്ടിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബാക്കി ഒരു കൂട്ടുമില്ല. ചോട്ടുവാൻ നോക്കി നിൽക്കണം എല്ലാ ബേർഡ്സിനെയും കണ്ട് രസിച്ച്. പിന്നെ 2 സ്വാൻ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു.
അവരെന്താ അവിടെ ഇരിക്കുന്നതെന്നറിയോ? അവരുടെ കുട്ടികൾക്ക് അവര് ഫുഡ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ക്ലിയറായി കാണാൻ വേണ്ടി അവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ഞാൻ ഓടിച്ചെല്ലുമായിരുന്നു. പിന്നെ 2 സ്വാൻസ് അവിടെ നീന്തി കളിക്കുമായിരുന്നു. പിന്നെയാണെങ്കിലോ ഞാൻ കൊളക്കോഴിയുടെ തൂവൽ കണ്ടു. നോക്കുമ്പോൾ പൊങ്ങിയും താരി കളിക്കുന്നു. അപ്പം ഞാൻ കാണാനൊത്തിരി ആകർഷിക്കുന്ന സാധനമാണ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്, ലയൺ കിങ്. പിന്നെ നമ്മൾ സ്വന്തം ദൃശ്യൻ. അത് നമ്മൾ പോയേക്കുന്നത് എമോൻ്റെ അടുത്ത്. ഒട്ടും അനുസരിച്ചില്ലാത്തത്. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരും. ചോട്ടുവിന് പക്ഷിയൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ചോട്ടിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം എമ്മുവിനെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പം 2ാമത്തെ പ്രാവശ്യം കേട്ടോ. അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിനെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടില്ല, ഭംഗിയൊന്നുമില്ല. അപ്പം നമ്മളിനി പോകുന്നത് സ്വന്തം ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്താണ്. ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്താണെങ്കിൽ ഫുള്ളും കാക്ക. പിന്നെ ഞാനൊരു അത്ഭുതം കണ്ടു കേട്ടോ. ഹിപ്പോ കുഞ്ഞ് ഒരു അമ്മയുടെ കൂടെ നടക്കുന്നു. ഞാനാണെങ്കിൽ അത് ശ്രദ്ധിച്ചു. പക്ഷെ ഞാൻ ആ കുട്ടീനൊക്കെ കണ്ടില്ല കേട്ടോ. ചോട്ടുവിന് റൂല അനിമൽസിനെക്കാട്ടും ഇഷ്ടം കാക്കേനെ കേട്ടോ. കാക്കേനെ കണ്ടപ്പോൾ ചോട്ടുവിൻ്റെ ബാലൻസേ വിട്ടുപോയി. ഇതേ നോക്കിയേ, ആ ഹിപ്പോൻ്റെ കൂടെ ആരാ വരുന്നേന്ന്. ജൂനിയർ ഹിപ്പോ വരുന്നേ. എന്നെ കാണാൻ എന്തൊരു ക്യൂട്ടല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഹിപ്പോയുടെ കുഞ്ഞിനെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ അടുത്തെന്താ നോക്കാൻ പോയപ്പോൾ മാൻ്റെ ശബ്ദം കേട്ടു. ഞാൻ ചാടി പോയപ്പോൾ നോക്കുമ്പോഴോ ഞാൻ വിളിച്ച് പുള്ളിമാനായിരിക്കുന്നു. അത് പുള്ളിമാനല്ല, പുള്ളിയില്ലാത്ത വേറെ ഏതോ ഒരു മാൻ. എൻ്റെ പേരിന് എനിക്കത് കേട്ടോ. അവിടെന്ന് വെച്ചാൽ കാക്കയായിരുന്നു. പിന്നെ നാറ്റാണെങ്കിൽ സഹിക്കാൻ വയ്യ, അത്രയ്ക്ക് നാറ്റമായിരുന്നു അവിടെ ഉള്ളായിരുന്നു. പണ്ടൊക്കെ ഞാൻ സൂര്യ വന്നപ്പോൾ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ ആനിമൽസിനൊന്നും ഒട്ടും ഭംഗിയുമില്ല. സൂവിനെ പറയേണ്ടി വരില്ല. സൂവിനാണെങ്കിൽ ഒട്ടും വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വൃത്തിയില്ല. പിന്നെ അവസാനം എൻ്റെ പുള്ളിമാൻ്റെ കഥ പോയി. അപ്പം ഇത് ആരാന്ന് മനസ്സിലായോ? നമ്മൾ നേരത്തെ കണ്ടില്ലേ, ദർശൻ. ഇത് ദർശൻ്റെ ഭാര്യ കേട്ടോ. എനിക്ക് പക്ഷെ പേര് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ എന്താ ടൈഗറിൻ്റെ വീഡിയോസ് ഇടാത്തതെന്നറിയോ? ടൈഗറാണെങ്കിൽ ഒന്നും ഭക്ഷണം കിട്ടാണ്ട് മെലിഞ്ഞിരിക്കുക. എനിക്ക് കണ്ടപ്പോൾ തന്നെ വിഷമമായി. അതുകൊണ്ടാണ് ഞാൻ ടൈഗറിൻ്റെ വീഡിയോ ഇടാത്തത്. ഈ മൃഗശാലയിലെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ആട്ടോ കുറേ ബേർഡ്സും തത്തമ്മയ്ക്കും ഉള്ളത്. ഞാനിപ്പോൾ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കിലേക്കാട്ടോ. അവിടെ കുറേ ഉണ്ട്. പക്ഷേ ഞാൻ ആകെ 3 സെയിമേ കണ്ടു. നനച്ചിട്ട് പോയപ്പോഴോ കുറേ കണ്ടെന്ന് പറഞ്ഞിരുന്നു. എനിക്കാണെങ്കിൽ ആ പാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കാട്ടിക്കുടി പോണൊക്കെ പോലെ ഉണ്ടായിരുന്നു. കാട് പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ സ്ഥലത്ത് മാത്രമേ നല്ല ഭംഗിയുള്ളൂ. പിന്നെ ഒരു പൂവിനെ കുറേ ചെടികൾ വെച്ച് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ആ സ്ഥലം. ബട്ടർഫ്ലൈ തോട്ടത്തിൽ ഞങ്ങൾ ഇറങ്ങി നേരെ പോകുന്നത് ഓസ്ട്രിച്ചിൻ്റെ അടുത്താട്ടോ. അതിനെങ്കിലും കുറച്ച് ഭംഗിയുണ്ട്. പിന്നെ അതിനില്ലേ ചിറകിൽ കുറച്ച് പർപ്പിൾ കളറും കൂടി ഉണ്ട്. പിന്നെ നേരെ ഞാൻ പോയത് അനാക്കോണ്ടയുടെ അടുത്തേക്ക് കേട്ടോ. പിന്നെ അവിടെ വീഡിയോസും ഫോട്ടോസും അലൗഡ് അല്ല. ഇവിടെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.